മഹാത്മയുടെ ഓൺലൈൻ ക്ലാസ്സിന് നല്ല സ്വീകരണമാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം യൂട്യൂബിലിട്ട സാധാരണ ഇലക്ഷൻ, ഡിസ്പ്യൂട്ട്, കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ് 2 ഭാഗങ്ങൾ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളെ തുടർന്ന് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത് മഹാത്മയുടെ ഫാക്കൽറ്റിയായ ഡിൻഷ മാഡമാണ്. സഹകരണത്തിലെ പ്രധാന ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ സഹകരണ ബാച്ച് ഓൺലൈനായും അനുമതി ലഭിച്ചാൽ സഹകരണ ബാങ്ക്, കേരള ബാങ്ക് പരീക്ഷകൾക്കായുള്ള റെഗുലർ ക്ലാസ്സും ആരംഭിക്കും. ക്ലാസ് വിവരങ്ങൾ അറിയാൻ 9383407240 എന്ന നമ്പറിൽ വിളിക്കുക. മോഹനൻ KN തയ്യാറാക്കിയ മഹാത്മയുടെ 4 സ്റ്റഡി നോട്ടുകളും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ വ്യവസ്ഥ അനുസരിച്ച് അയച്ചു കൊടുക്കും. കൂടാതെ മഹാത്മയുടെ റെഗുലർ ക്ലാസ്സിൽ ചേരുന്ന ആദ്യ 40 പേർക്ക് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ് തികച്ചും സൗജന്യമായിരിക്കും. ഇനി ടീച്ചർ എടുക്കുന്ന ക്ലാസ് നോട്ട് ചെയ്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും മഹാത്മയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഞാൻ ചോദ്യം വായിക്കാം. Owen did not invent cooperation, but he was the inspiration behind the cooperative movement. Who said this? ആരുടെ വാക്കുകളാണിത്? C.R. Fay. C.R. ഫേയുടെ ഏത് പുസ്തകത്തിലാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന പുസ്തകത്തിലാണ് ഓവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. ദ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. അതായത് ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയായ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി നിലവിൽ വന്ന വർഷം എപ്പോഴായിരുന്നു? 1844 ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കൺസ്യൂമർ സൊസൈറ്റി. ഓക്കെ. അടുത്ത ചോദ്യം. ഹൂ സ്റ്റേറ്റഡ് ദിസ്? നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ്. ആരുടെ വാക്കുകളാണ്? റോബർട്ട് ഓവൻ. ഉത്തരം റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനെ എന്ത് പറയുന്നു? ദ ഫസ്റ്റ് പേഴ്സണൽ മാനേജർ ഇൻ ദ വേൾഡ്. ഇതൊരു ചോദ്യമാണ്. ദ ഫസ്റ്റ് പേഴ്സണൽ മാനേജർ ഇൻ ദ വേൾഡ് എന്ന ചോദ്യം വന്നാൽ എന്താ ഉത്തരം ചെയ്യേണ്ടത്? റോബർട്ട് ഓവൻ. ഓക്കെ. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് റോബർട്ട് ഓവനാണ്. ലേബർ കോളനി, ലേബർ നോട്ട്, ലേബർ എക്സ്ചേഞ്ച് ഇതൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേർണൽ കോഓപ്പറേറ്റർ? ആരാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ജേർണലായ കോപ്പറേറ്ററിൻ്റെ സ്ഥാപകൻ? ആരാണ്? ഡോക്ടർ വില്യം കിങ്. അദ്ദേഹമാണ് കോപ്പറേറ്റർ എന്ന മാഗസിൻ 1828 കൊണ്ടുവന്നത്. ഓക്കെ. ഓവൻ അമേരിക്കയിൽ കോപ്പറേറ്റീവ് കോളനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റോബർട്ട് ഓവനെ ഹെൽപ്പ് ചെയ്ത റോബർട്ട് ഓവൻ്റെ സഹായിയായിരുന്നു വില്യം കിങ്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്നറിയപ്പെടുന്നു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പിതാവായിട്ട് ആരെയാണ് കണക്കാക്കുന്നത്? ഡോക്ടർ വില്യം കിങ്ങിനെയാണ്. അടുത്ത ചോദ്യം. Among the following, which is not a document to be attached for registration of a cooperative society submitted to registrar? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ഇപ്പോൾ എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. കുറേ ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഓക്കെ. ആദ്യത്തെ ഓപ്ഷൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ 1. സെക്കൻഡ് വൺ റെസിപ്റ്റ് ഓഫ് ഷെയർ സസ്പെൻഡ് റെമിറ്റഡ് ഇൻ നെക്സ്റ്റ് ഫിനാൻസ് ബാങ്ക് ആൻഡ് ₹5 കോഡ് ഫീ സ്റ്റാമ്പ്. നെക്സ്റ്റ് ചെലാൻ റെസിപ്റ്റ് ഫോർ ഫീ ഫോർ രജിസ്ട്രേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് റേഷൻ കാർഡ് കോപ്പി ഓഫ് ദ പ്രപ്പോസ്ഡ് മെമ്പർ. റേഷൻ കാർഡ് കോപ്പി ഓഫ് ദ പ്രപ്പോസ്ഡ് മെമ്പർ സാധാരണ വേണ്ട. കാരണം എന്താണ് വേണ്ടത് ശരിക്ക്? മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ്, പേര്, വീട്ടുപേര്, ഏജ്, ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ പേര്, അവരൊടുക്കിയ അനാമത്ത് തുക എന്നിവ അടങ്ങിയ ലിസ്റ്റാണ് വേണ്ടത്. എന്നിവ അടങ്ങിയ ഒരു കോപ്പിയാണ് വേണ്ടത്. ഇതെന്തിനാണിത് വെക്കുന്നതെന്നറിയോ? കാരണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 ആൾക്കാർ വേണം എന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ്റെ പേര്, വീട്ടുപേര് ഇതൊക്കെ വെക്കുന്നത്. അപ്പോൾ റേഷൻ കാർഡ് കോപ്പിയല്ല, ഇതേപോലെ മെമ്പേഴ്സിൻ്റെ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 ആൾക്കാരുടെ ലിസ്റ്റാണ് വേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം.
ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ റൈഫേസൻ ബിലോങ്സ് ടു. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന നടത്തിയ റൈഫേസൻ ഏത് രാജ്യക്കാരനായിരുന്നു? അദ്ദേഹം ജർമ്മനി ആയിരുന്നു. ഉത്തരം ജർമ്മനി. റൈഫേസിൻ്റെ മാതൃകയാണ് ഇന്ത്യക്ക് ബെറ്റർ എന്ന് പറഞ്ഞത് ആരാണ്? ഫെഡറിക് നിക്കോൾസനാണ്. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് റൈഫേസൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റി ആക്ട് വാസ് പാസ്ഡ്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്ന വർഷം 1852. അടുത്ത ചോദ്യം. ICA റോപ്പ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ICA റോപ്പ് എന്താണ്? ICA അറിയാലോ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. റോപ്പ് എന്താണ്? റീജിയണൽ ഓഫീസ് ഓഫ് ഏഷ്യ പസഫിക്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദ്യം. ഉത്തരം നവംബർ 14, 1960 ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. റോപ്പ് എവിടെയാണ് സിറ്റുവേറ്റഡ് ഇൻ ന്യൂഡൽഹി. അടുത്ത ചോദ്യം. ഹൂ ഫോംഡ് ഹെഡ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി? ആരാണ് ഹെഡ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്തത്? റൈഫേസൻ. ഹെഡ് ഓഫ് ലോൺ സൊസൈറ്റി 1864 ഹെഡ് ഓഫ് ബെനഫിറ്റ് സൊസൈറ്റി 1854 നിലവിൽ വന്നത്. മാറിപ്പോകരുത്. ഹെഡ് ഓഫ് ബെനഫിറ്റ് സൊസൈറ്റി 1854 ഹെഡ് ഓഫ് ലോൺ സൊസൈറ്റി 1864 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. ഡാഷ് ഹാസ് നോ ജനറൽ ബോഡി. ഏതിനാണ് ജനറൽ ബോഡി ഇല്ലാത്തത്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്ഷൻ 88, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്ഷൻ 89. അടുത്ത ചോദ്യം. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് ഓഫ് 1904 കണ്ടെയ്ൻ ഓൺലി ഡാഷ് സെക്ഷൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്റ്റായ 1904 ആക്ടിന് എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു? 29. അപ്പോൾ 1912 ആക്ടിന് 50 സെക്ഷനായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന് എത്ര സെക്ഷനും എത്ര റൂളും ഉണ്ട്? 110 സെക്ഷനും 201 റൂളും. അടുത്ത ചോദ്യം. ദ എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൾ ബി റെമിറ്റഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. എന്താണ് ഉത്തരം? 2 month കൊണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അടക്കണം എന്നാണ് പറയുന്നത്. ചോദ്യങ്ങളാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് റെമിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലാണ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. ഓക്കെ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് നോട്ട് ലെസ് ദാൻ 5% മാക്സിമം 60,000 ആണ്. സെക്ഷൻ 56 1B കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 56 1B കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം. ദ പ്രസിഡൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആൻ. ആരാണ്? പ്രസിഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസറാണ്. ഓഫീസർ എന്നത് സെക്ഷൻ 2N നിർവചിച്ചിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഓഫീസേഴ്സായിട്ട് വരിക? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, കമ്മിറ്റി മെമ്പേഴ്സ്, ട്രഷറർ, ലിക്വിഡേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ആർ ഓഫീസേഴ്സ്. അടുത്ത ചോദ്യം. വോട്ട് ഓഫ് മെമ്പേഴ്സ് ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. വോട്ട് ഓഫ് മെമ്പർ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 20. 1 man 1 vote പ്രിൻസിപ്പിൾസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്നത്. അടുത്തത്. ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് ബൈലോസ്. ഉത്തരം ആക്ടിനും ബൈലോസിനും അനുസരിച്ചാണ്. ആക്ട് സെക്ഷൻ 56 പ്രകാരം ബൈലോ പ്രകാരമാണ് പറയുന്നത്. ഓക്കെ, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ ഗെറ്റ് ഇറ്റ് സെൽഫ് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി 6 മാസത്തിനുള്ളിലാണ്. ചോദ്യം മനസ്സിലാക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്. ഉത്തരം 6 months. ഓക്കെ, അടുത്ത ചോദ്യം. സെക്ഷൻ 15 ഡീൽസ് വിത്ത്. സെക്ഷൻ 50 എന്താണ്? സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 14 അമാൽഗമേഷനും ഡിവിഷൻ്റെ സമയത്ത് നടക്കുന്നതാണ് ഈ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 74 ഉണ്ട്. അത് ലിക്വിഡേഷൻ്റെ സമയത്ത് നടക്കുന്ന ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സെക്ഷൻ 74 ഓക്കെ, 2 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സെക്ഷൻ 15 സെക്ഷൻ 74. അടുത്തത്. ക്വാറം ഫോർ മാനേജിംഗ് കമ്മിറ്റീസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ്
ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ സെക്ഷൻ 28(5) ക്വാറം പറയുന്നത് ജസ്റ്റ് എബോവ് 50%. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ഇസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ ആൻഡ് റൂൾ ഓഫ് KCS ആക്ട് ആൻഡ് റൂൾ. ഏതിലാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പറയുന്നത്? സെക്ഷനും റൂളും. സെക്ഷൻ 17 പ്രകാരവും റൂൾ 18 പ്രകാരവുമാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പറയുന്നത്. അടുത്ത ചോദ്യം. The day-to-day administration and management of a corporate society is vested with the secretary. ഉത്തരം സെക്രട്ടറി. സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓപ്ഷനിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഉത്തരം ചീഫ് എക്സിക്യൂട്ടീവ് ഇടണം. അടുത്ത ചോദ്യം. ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ബൗണ്ട് ടു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. 3 months. ഉത്തരം 3 months. അടുത്ത ചോദ്യം. ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് ഡൺ ആസ് പെർ ഡാഷ് ഓഫ് ദ KCS ആക്ട്. ആസ് പെർ ഡാഷ് ആണ്. അവിടെ സെക്ഷനാണോ റൂളാണോ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം. അതുകൊണ്ട് സെക്ഷൻ പ്രകാരമാണെങ്കിൽ 30ഉം റൂൾ പ്രകാരമാണെങ്കിൽ 36ഉമാണ് സ്പെഷ്യൽ ജനറൽ ബോഡി. സ്പെഷ്യൽ ജനറൽ ബോഡി മെൻഷൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 30ഉം റൂൾ 36ഉമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇലക്ഷൻ പ്രൊസീജിയർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ബൈ. ഇലക്ഷൻ പ്രൊസീജിയർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ബൈ. ഓപ്ഷനിൽ റിട്ടേണിംഗ് ഓഫീസർ ആണെങ്കിൽ ഉത്തരം റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ അല്ലാതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരം. ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അടുത്തത്. അഡ്മിഷൻ ഓഫ് എ മെമ്പർ ആൻഡ് അലോക്കേഷൻ ഓഫ് ഷെയർസ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ ഡ്യൂട്ടി ഓഫ്. മെമ്പേഴ്സിൻ്റെ അഡ്മിഷനും ഷെയർ അലോക്കേഷനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റി. ഓക്കെ, മാനേജിങ് കമ്മിറ്റി. അടുത്ത ചോദ്യം. ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ബൈ ഡാഷ് ഓഫ് KCS ആക്ട്. ഏതിൻ്റെ ബേസിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? റൂൾ 15 പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എത്ര തരം സൊസൈറ്റീസ് ഉണ്ട്? എത്ര തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്? 13 ടൈപ്പ്. ഓക്കെ, 13 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, അടുത്തത്. ദ സ്ട്രെങ്ത് ഓഫ് സ്റ്റാഫ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ബൈ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്. അടുത്ത ചോദ്യം. ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ 8 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അടുത്ത ചോദ്യം. ഡോക്ടർ ഹാസ് HASS ഡോക്ടർ ഹാസ് ഈസ് റിലേറ്റഡ് ടു. അദ്ദേഹം ഏത് രാജ്യത്തിലെ കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഡോക്ടർ ഹാസ് ഈസ് റിലേറ്റഡ് ടു ജർമ്മനി. ഡോക്ടർ ഹാസ് ഈസ് റിലേറ്റഡ് ടു ജർമ്മനി. അടുത്ത ചോദ്യം. അനദർ നെയിം ഓഫ് ടോഡ് ലൈൻ സ്റ്റോർ. ഉത്തരം എന്താ? റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. അനദർ നെയിം ഓഫ് ടോഡ് ലൈൻ സ്റ്റോർ റോച്ച്ഡെയിൽ സൊസൈറ്റിയാണ്. എന്തുകൊണ്ടാണ്? ടോഡ് ലൈനിലാണ് 2 മുറി വാടകയ്ക്ക് എടുത്തിട്ട് തുടങ്ങിയ ഒരു സ്റ്റോറായിരുന്നു എന്തിൻ്റെത്? റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആദ്യത്തെ സ്റ്റോർ. അതുകൊണ്ടാണ് ആ സ്റ്റോറിനെ ടോഡ് ലൈൻ സ്റ്റോർ എന്നും കൂടി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. എ ബാങ്ക് ഷുഡ് നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ കേസ് ഓഫ്. ഓപ്ഷനിൽ എന്തൊക്കെ തരും? മൈനർ തരാം, ഫിസിക്കലി ചാലഞ്ച്ഡ് തരാം, ഇല്ലിറ്ററേറ്റ് തരാം, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ് തരാം. നമുക്ക് ആരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല? അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്, പാപ്പരായ ഒരാളുടെ പേരിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അറ്റ് ദ ടൈം ഓഫ് കേരള സ്റ്റേറ്റ് ഫോർമേഷൻ കോപ്പറേറ്റീവ് ലോ ആപ്ലിക്കബിൾ ടു മലബാർ ഏരിയ വോസ്. ഉത്തരം എന്താണ്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അടുത്ത ചോദ്യം. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. മാക്സിമം 500ഉം മിനിമം 50ആണ് ഉത്തരം. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 500ഉം മിനിമം 50യും. അടുത്ത ചോദ്യം. An auditor of a cooperative society is appointed by. ആരാണ് ഓഡിറ്റർ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ് ഉത്തരം. ആരാണ് ഇതിൻ്റെ പാനൽ തയ്യാറാക്കുന്നത്? DCA. ഓക്കെ, ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ജനറൽ ബോഡി ഫ്രം among the panel prepared by DCA. ഓക്കെ, അടുത്ത ചോദ്യം. ചീഫ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ.
സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻ എന്നറിയാലോ. സെക്ഷൻ 2 ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഡെഫിനിഷൻ ചോദിച്ചിട്ട്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2DA. സെക്ഷൻ 2DA. അടുത്ത ചോദ്യം, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പാസ് ചെയ്ത വർഷം 1904. അടുത്ത ചോദ്യം, ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ആരാണ് ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതേ സ്ഥാപനത്തിലുള്ള ജോലിക്കാരനെ തന്നെ ഓഡിറ്ററായിട്ട് വെക്കുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റർ. ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അടുത്ത ചോദ്യം, ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ. DCA അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് DCA അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വേജസ് പെയ്ഡ് ഫോർ ദ ഇറക്ഷൻ ഓഫ് പ്ലാന്റ് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് വിരുദ്ധമായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ ബിൽഡിംഗ് ഈസ്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബിൽഡിങ്ങിനുള്ള ഡിപ്രിസിയേഷൻ 2.5% ആണ്. അടുത്ത ചോദ്യം, വൺ മാൻ വൺ വോട്ട് ഈസ് റെക്കമെൻഡഡ് ബൈ. അതായത് 1 member 1 vote ഈസ് റെക്കമെൻഡഡ് ബൈ ഇൻ കോപ്പറേറ്റീവ്സ് അറ്റ് ഫസ്റ്റ്. ആരാണ്? മക്ലഗൻ കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദ്യം. മക്ലഗൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ? ഹു ഈസ് ദ ചെയർമാൻ ഓഫ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ? റോയൽ കമ്മീഷൻ അഗ്രികൾച്ചർ വന്നത് 1928 കമ്മിറ്റി വന്നത്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? H. കാൽവേർട്ട്. ഉത്തരം H. കാൽവേർട്ട്. അടുത്ത ചോദ്യം, മാർക്കറ്റ് ഫെഡ് വാസ് ഓർഗനൈസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. മാർക്കറ്റ് ഫെഡ് നിലവിൽ വന്ന വർഷം 1960. മുഴുവൻ പറയുകയാണെങ്കിൽ 25/3/1960. അടുത്ത ചോദ്യം, കസ്റ്റോഡിയൻ ഓഫ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഇൻ എ PCRDB. ആരാണ് കസ്റ്റോഡിയൻ ഓഫ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയലിൻ്റെ കസ്റ്റോഡിയൻ? വാല്യുവേഷൻ ഓഫീസർ. ആരാണ്? വാല്യുവേഷൻ ഓഫീസർ. അടുത്ത ചോദ്യം, റെയ്ഡ്കോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972 ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റി. 1972 വന്ന റെയ്ഡ്കോ എന്ത് തരം ടൈപ്പ് സൊസൈറ്റി ആണെന്നാണ് ചോദ്യം. ഫെഡറൽ ആണോ, പ്രൈമറി ആണോ, എപ്പെക്സ് ആണോ, സെൻട്രൽ ആണോ? റെയ്ഡ്കോ ഈസ് എ ഫെഡറൽ സൊസൈറ്റി. റെയ്ഡ്കോ ഈസ് എ ഫെഡറൽ സൊസൈറ്റി. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. എപ്പോഴാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. അടുത്ത ചോദ്യം, ദ നെയിം ദ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഹൂസ് പീരീഡ് KCS ആക്ട് 1969 വാസ് പാസ്ഡ്. 1969 KCS ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ആരായിരുന്നു ആ സമയത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ? PR കുറുപ്പ്. ആദ്യത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 നിലവിൽ വരുമ്പോൾ ഉള്ള കോപ്പറേറ്റീവ് മിനിസ്റ്റർ PR കുറുപ്പ്. ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ VN വാസവൻ. ഓക്കെ. അടുത്ത ചോദ്യം, വാംനികോം സിറ്റുവേറ്റഡ് അറ്റ് പൂനെ ഇൻ ദ ഇയർ. വാംനികോം സിറ്റുവേറ്റഡ് അറ്റ് പൂനെ ഇൻ ദ ഇയർ. എപ്പോഴാണ്? 1967. വാംനികോം നിലവിൽ വന്നത് 1967. അത് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഓക്കെ. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ ചാൾസ് ഗൈഡ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് വൺ എമംഗ് ദ പ്രിയാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഡാഷ് ഈസ് വൺ എമംഗ് ദ പ്രിയാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷനിൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, 1 man 1 vote, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, മാനേജ്മെൻറ്റ് എക്സലൻസ് എന്നൊക്കെ തരാം. ഉത്തരം മാനേജ്മെൻറ്റ് എക്സലൻസ്. മറ്റൊരു ചോദ്യം, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആരുടെ കൺട്രോളിലാണ്? ഗവൺമെൻറ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്.
മറ്റൊരു ചോദ്യം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ് ചെയ്തത് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ് ചെയ്തത് 1881. നിലവിൽ വന്നത് 1 മാർച്ച് 1882. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആക്ട് വന്നത് 1881, അതായത് പാസ് ചെയ്ത വർഷമാണ്. അത് നിലവിൽ വരുന്നത് 1 മാർച്ച് 1882. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ റഷ്യ. റഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ്, അതായത് ഫസ്റ്റ് ഫോം എന്തായിരുന്നു? ആർട്ടൽസ്. ഉത്തരം ആർട്ടൽസ്. അടുത്ത ചോദ്യം, സർഫേസി ആക്ട് ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA. NPA എന്താ? നോൺ പെർഫോമിംഗ് അസറ്റ് റിക്കവറി. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. വന്ന വർഷം. സർഫേസി ആക്ട്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ റിക്കവറിക്ക് വേണ്ടി സർഫേസി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 21/6/2002. ഓക്കെ. അടുത്ത ചോദ്യം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB ഈസ് എ ഗവൺമെൻറ് ഓൺഡ് ബാങ്ക്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ ഈസ് ഇൻ. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു രംഗരാജൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഡാഷ് അക്കൗണ്ട് ഈസ് വൺ വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യ ബൈ എ ഫോറിൻ ബാങ്ക് വിത്ത് ദർ കറസ്പോണ്ടിങ് ബാങ്ക്. എന്താ ഉത്തരം? വോസ്ട്രോ അക്കൗണ്ട്. ഡാഷ് അക്കൗണ്ട് ഈസ് വൺ വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യ ബൈ എ ഫോറിൻ ബാങ്ക് വിത്ത് ദർ കറസ്പോണ്ടിങ് ബാങ്ക്. ഉത്തരം വോസ്ട്രോ അക്കൗണ്ട്. വോസ്ട്രോ പറഞ്ഞ യുവേഴ്സ്, നോസ്ട്രോ പറഞ്ഞ അവേഴ്സ്, ലോറോ എന്ന് പറഞ്ഞ ദേർസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. വോസ്ട്രോ പറഞ്ഞ യുവേഴ്സ്, നോസ്ട്രോ പറഞ്ഞ അവേഴ്സ്, ലോറോ പറഞ്ഞ ദേർസ്. ഓക്കെ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്ക് വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ്. ബാങ്കുകളിലെ കമ്പ്യൂട്ടറൈസേഷനെ പറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു രംഗരാജൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ലോൺ മേക്സ് ഡെപ്പോസിറ്റ്. ആരുടെ വാക്കുകളാണ് ലോൺ മേക്സ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളത്? ഹാർലി വിതേഴ്സ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ലോൺ മേക്സ് ഡെപ്പോസിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഹാർലി വിതേഴ്സ് ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ കോൾഡ്. അടുത്ത ചോദ്യമാണ്, കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺകറൻറ്റ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺകറൻറ്റ് ഓഡിറ്റ്. മറ്റൊരു ചോദ്യം, വിൽഫുള്ളി ക്രിയേറ്റഡ് മിസ്റ്റേക്സ് ആർ കോൾഡ് ഫ്രോഡ്. അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന തെറ്റുകളെ നമ്മൾ എന്ത് പറയുന്നു? ഫ്രോഡ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ഷോൺ ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക? ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ്. മറ്റൊരു ചോദ്യം, ദ മാക്സിമം എമൗണ്ട് വിച്ച് എ പെറ്റി കാഷ്യർ ഈസ് അലൗഡ് ടു കീപ്പ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് നോൺ ആസ്. മാക്സിമം എമൗണ്ട് വിച്ച് എ പെറ്റി കാഷ്യർ ഈസ് അലൗഡ് ടു കീപ്പ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് നോൺ ആസ്. എന്താ സിസ്റ്റത്തിനെ പറയുക? ക്യാഷ് ഫ്ലോട്ട്. ഉത്തരം ക്യാഷ് ഫ്ലോട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഫൈനൽ അക്കൗണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രിപ്പയർഡ് മെയിൻലി ബേസ്ഡ് ഓൺ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏതാണ്? റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അക്കൗണ്ട്. അടുത്ത ചോദ്യം, ദ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ഓൺലി ടു ദ. ട്രയൽ ബാലൻസിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കാണുന്നു. അത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ബാലൻസ് ഷീറ്റിലോട്ട് മാത്രമാണ് അത് എടുക്കുന്നത്. ഓക്കെ, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട്, ട്രയൽ ബാലൻസിൽ കാണുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. ടേക്കൺ ഓൺലി ടു ദ ബാലൻസ് ഷീറ്റ്. അടുത്ത ചോദ്യം, ഡെബിറ്റ് ഇൻ എക്സ്പെൻസ് മീൻസ് എന്താണ് മീൻസ് ചെയ്യുന്നത്? ഡെബിറ്റ് ഇൻ എക്സ്പെൻസ് മീൻസ് ഇൻക്രീസ്. അതേപോലെ ക്രെഡിറ്റ് ഇൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ്. ഡെബിറ്റ് ഇൻ എക്സ്പെൻസ് മീൻസ് ഇൻക്രീസ്, ക്രെഡിറ്റ് ഇൻ എക്സ്പെൻസ് മീൻസ് ഡിക്രീസ്. അടുത്തത്, an expenditure which is incurred for the maintenance of an asset or the business is called dash expenditure. ഏതൊരു എക്സ്പെൻഡിച്ചർ ആണത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ,
ഓക്കെ. അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. മറ്റൊരു ചോദ്യം, അൺഏൺഡ് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ദേ ആർ. അൺഏൺഡ് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റി. ദേ ആർ കറണ്ട് ലയബിലിറ്റി. മറ്റൊന്ന്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഈസ് ദ ഡാഷ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അതായത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പറയുന്നത് ഒരു കോപ്പറേഷൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇത് എത്രാമത്തെ പ്രിൻസിപ്പിൾ എന്നാണ് ചോദ്യം. എത്രാമത്തെ പ്രിൻസിപ്പിളാണ്? 7th പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തത്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് CSEB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് CSEB നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? 2000 സർവീസ് എക്സാമിനേഷൻ ബോർഡ് നിലവിൽ വരുന്നത്. പ്രൈമറി സംഘങ്ങളുടെ ക്ലർക്ക് മുതലുള്ള പരീക്ഷയാണ് ആര് നടത്തുന്നത്? CSEB നടത്തുന്നത്. PSC നടത്തുന്നതോ സെൻട്രൽ അപ്പെക്സ് സൊസൈറ്റി. PSC നടത്തുന്നത് സെൻട്രൽ അപ്പെക്സ് സൊസൈറ്റികളുടെ പരീക്ഷയാണ്. അപ്പോൾ ബോർഡിൻ്റെ സെക്രട്ടറി ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? CSEBൻ്റെ അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ആരാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ. പ്രൈമറി സംഘങ്ങളുടെ ക്ലർക്ക് മുതലുള്ള പരീക്ഷയാണ്, അതായത് ക്ലർക്ക് തൊട്ടിട്ടുള്ള പരീക്ഷയാണ് ആര് നടത്തുന്നത്? CSEB നടത്തുന്നത്. PSC നടത്തുന്നത് സെൻട്രലിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയിലെ നിയമനങ്ങളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് നോൺ ആസ് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആരെയാണ് അങ്ങനെ പറയുന്നത്? ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ. ഓക്കെ. അടുത്ത ചോദ്യം, കമ്മിറ്റി ഓൺ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1990 വാസ് ഹെഡഡ് ബൈ. 1990 കമ്മിറ്റി ഓൺ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതായത് അതിൻ്റെ ഹെഡ് ആരായിരുന്നു? ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ദ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ഫീ ഫോർ ഡാഷ് ഇയേഴ്സ്. SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ഫീ ഫോർ പെർമനൻ്റ്ലി. SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി പെർമനൻ്റ്ലി ഓഡിറ്റ് ഫീ എക്സംപ്റ്റഡ് ആണ്. അടുത്ത ചോദ്യം, ദ ന്യൂലി ഫോംഡ് സൊസൈറ്റി ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഫോർ 1 year. ഓക്കെ. ന്യൂലി ഫോം ചെയ്യുന്ന ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആദ്യത്തെ 1 വർഷത്തെ ഓഡിറ്റ് ഫീ അടക്കേണ്ടതില്ല. മറ്റൊരു ചോദ്യം, പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ഈസ് എ ലയബിലിറ്റി ബൈ. ആരുടെ ലയബിലിറ്റിയാണ് ഓഡിറ്റ് ഫീ അടക്കുക? ഓഡിറ്റ് ഫീയുടെ ചിലവ് ആരുടെ ലയബിലിറ്റിയാണ്? ആരതാണ്? സൊസൈറ്റിയുടെ ബാധ്യതയാണ് പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ. മറ്റൊരു ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അങ്ങനെ തന്നിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ്പെൽഷൻ തരാം, ഇൻക്വയറി തരാം, ഇൻസ്പെക്ഷൻ തരാം, സർചാർജ് തരാം. എന്താണ് ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത്? എക്സ്പെൽഷൻ. മറ്റൊരു ചോദ്യം, ഓഡിറ്റ് ഫീ ഓഫ് ഫസ്റ്റ് ഡാഷ് ഈസ് എക്സംപ്റ്റഡ് ഫോർ വീവർ സൊസൈറ്റി, ക്വയർ സൊസൈറ്റി ആൻഡ് പ്രൈമറി ഫിഷർമാൻ സൊസൈറ്റി. വീവർ സൊസൈറ്റിയുടെയും ക്വയർ സൊസൈറ്റിയുടെയും പ്രൈമറി ഫിഷർമാൻ സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ ആദ്യത്തെ 6 വർഷം എക്സംപ്റ്റഡ് ആണ്. ഫസ്റ്റ് 6 years. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്? 1921. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1921. മറ്റൊരു ചോദ്യം, RBI ഇഷ്യൂ കറൻസി നോട്ട് ഇൻ ഡാഷ് ബാക്കിംഗ്. എന്തിൻ്റെ ബാക്കിങ്ങിലാണ് RBI കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ഗോൾഡ് ബാക്കിംഗ്. ഇനി കുറച്ച് GK ക്വസ്റ്റ്യൻ ആണേ. ഹു ഹാസ് ഗിവൺ ദ സ്ലോഗൻ ഓഫ് ഡു ഓർ ഡൈ? ആരുടെ വാക്കുകളാണത്? ഡു ഓർ ഡൈ. മഹാത്മാഗാന്ധി. ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ ലാംഗ്വേജ്. ഏതാണ് ഓൾഡസ്റ്റ് ഇന്ത്യൻ ലാംഗ്വേജ്? തമിഴാണ്. 2004 ശ്രേഷ്ഠ ഭാഷാ പദവി ആർക്ക് ലഭിക്കുന്നത്? തമിഴിന് ലഭിക്കുന്നത്. ലാംഗ്വേജായ തമിഴിന് ലഭിക്കുന്നത് 2004. അടുത്ത ചോദ്യം, ദ ബുക്ക് മദർ ഇന്ത്യ വാസ് റിട്ടൺ ബൈ. മദർ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് കാതറിൻ മായോ. അടുത്ത ചോദ്യം, ദ വേർഡ് സത്യമേവ ജയതേ ആർ ടേക്കൺ ഫ്രം.
എവിടെ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്ക് നമ്മൾ എടുത്തത്. അടുത്ത ചോദ്യം, ജുഡീഷ്യൽ റിവ്യൂ ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ജുഡീഷ്യൽ റിവ്യൂ മെൻഷൻ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 13. Hepatitis Day is observed on July 14. Hepatitis Day is observed on July 14. Which state in India gave maximum wages of NREGS workers in a day? ഏത് സ്റ്റേറ്റാണ് മാക്സിമം വേജസ്, അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വർക്കേഴ്സിന് മാക്സിമം വേജസ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഹരിയാന. ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, ദ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ RBI ടു ഇംപ്രൂവ് ദ ഫങ്ഷൻസ് ഓഫ് RBI. ഉത്തരം എന്താണ്? ഉത്കർഷ് 2022. RBIയുടെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉത്കർഷ് 2022 എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ born who got Nobel Prize for Economics in 2019. ആർക്കാണ്? അമിതാഭ് ബാനർജി ആൻഡ് ഹിസ് വൈഫ് എസ്തറേ ഡഫ്ലോഗ്. ഓക്കെ, എസ്തറേ ഡഫ്ലോഗ് ആണ് ഉത്തരം. അമിതാഭ് ബാനർജിയും അദ്ദേഹത്തിൻ്റെ വൈഫായ എസ്തറേ ഡഫ്ലോഗും ആണ് ഉത്തരം. പ്രസൻറ്റ് കേരള ഫോറസ്റ്റ് മിനിസ്റ്റർ. പ്രസൻറ്റ് കേരള ഫോറസ്റ്റ് മിനിസ്റ്റർ AK ശശീന്ദ്രൻ. പ്രസൻറ്റ് കേരള ഫോറസ്റ്റ് മിനിസ്റ്റർ AK ശശീന്ദ്രൻ. അടുത്ത ചോദ്യം, സെയിൽസ് ഡേ ബുക്ക് കണ്ടെയ്ൻ ഓൺലി ക്രെഡിറ്റ് സെയിൽസ്. ഉത്തരം ഓൺലി ക്രെഡിറ്റ് സെയിൽസ്. അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അക്രൂഡ് ഇൻകം ഈസ് എൻ അസറ്റ്. അടുത്ത ചോദ്യം, ഹൂ വിൽ ആക്ട് ആസ് ദ ബാങ്കർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ബാങ്കർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരാണ് ആക്ട് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. അടുത്ത ചോദ്യം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലയബിലിറ്റിയാണ്. മറ്റൊരു ചോദ്യം, ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് തരം അക്കൗണ്ടാണ്? ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അടുത്ത ചോദ്യം, വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI? മുംബൈ. അടുത്ത ചോദ്യം, എ ചെക്ക് ബിയറിങ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ആ ചെക്കിന് എന്ത് പറയും നമ്മൾ? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് ബിയറിങ് ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതായത് ഫ്യൂച്ചർ ഡേറ്റ് ആണ്, വരാൻ പോകുന്ന ഡേറ്റ് ആണ് പറയുന്നത്. ആ ചെക്കിനെ നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് എന്ന് ചെക്ക് പറയുന്നു. എ ബാങ്ക് കനോട്ട് പാസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ബാങ്ക് ഒരിക്കലും പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പാസ് ചെയ്യില്ല. ഓക്കെ. എ ചെക്ക് വിച്ച് ഇസ് ടോൺ ഇൻ ടു പീസസ്. രണ്ട് കഷ്ണങ്ങളായി പോകുന്ന ചെക്കിനെ നമ്മൾ എന്ത് പറയുന്നു? മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ഇനിയിപ്പോൾ വരാൻ പോകുന്നതിനെ നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറയുന്നു. കഴിഞ്ഞതാണെങ്കിലോ, കഴിഞ്ഞ ഡേറ്റുള്ള ചെക്കാണെങ്കിലോ അതിനെ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു. ആൻറ്റി ഡേറ്റഡ് ചെക്ക്. മറ്റേ ചോദ്യം, ദ റീസണബിൾ പീരീഡ് അലൗഡ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ചെക്ക്. ചെക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട അലൗഡ് പീരീഡ് ഇന്ത്യയിലുള്ള അലൗഡ് പീരീഡ് പ്രസൻറ്റേഷൻ ഓഫ് ചെക്ക് എത്രയാണ്? 3 months. 3 months കഴിഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കിനെയെല്ലാം എന്ത് പറയുന്നു? സ്റ്റെയിൽ ചെക്ക്. എന്താണ്? സ്റ്റെയിൽ ചെക്ക്. The nominal member of a cooperative society shall have dash vote. ചോദ്യം ശ്രദ്ധിക്കുക. ദ നോമിനൽ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഹാവ് ഡാഷ് വോട്ട്. ഓപ്ഷനിൽ 1 vote ഉണ്ട്, പ്രോക്സി ഉണ്ടാവും, 2 vote ഉണ്ടാവും, നോ വോട്ട് ഉണ്ടാവും. എന്താ ഉത്തരം? നോമിനൽ മെമ്പേഴ്സിനും അസോസിയേറ്റ് മെമ്പേഴ്സിനും എന്തില്ല? വോട്ടില്ല. ദേ ഹാവ് ഓൾ നോ വോട്ട്. ഓക്കെ. ആർക്കേ വോട്ടുള്ളൂ? ആക്ച്വൽ മെമ്പേഴ്സിന് മാത്രമാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. ഓക്കെ. 1 man 1 vote പ്രിൻസിപ്പിൾ ആർക്ക് മാത്രമാണ്? ആക്ച്വൽ മെമ്പേഴ്സിന് മാത്രമാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. 4 ഓപ്ഷനിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്? ഓപ്ഷൻ വായിക്കാം. ക്യാപെക്സ് ഉണ്ട്, മാർക്കറ്റ് ഫെഡ് ഉണ്ട്, റെപ്കോ ഉണ്ട്, ആപ്കോസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ക്യാപെക്സ്.
ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ ക്യാപെക്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.